ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി, MI അസസ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജന്മസിദ്ധമായ കഴിവുകൾ, ആ കുട്ടി നേടിയെടുത്ത കഴിവുകൾ എങ്ങനെ കണ്ടെത്താം, അതാണ് ഇതിൽ വരുന്നത്. പൊതുവെയുള്ള സാധാരണ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ അക്വയർഡായ നേടിയെടുത്തതാണ് കാണുന്നത്. എന്നാൽ MI അസസ്മെൻറ്റിൽ ജന്മസിദ്ധമായ ഇൻബോൺ ആയതാണ് കൂടുതലായും കാണുന്നത്. ഇത് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് പരിചയമുണ്ട്. ചിലത് ഓൺലൈനാണ്, ചിലത് ഓഫ്ലൈനാണ്. പക്ഷേ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാനാകും? ഇത് സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്. പൊതുവെ കുട്ടികൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അത് പ്രധാനമായും അവരുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്ട്രീമുകളുണ്ട്. 10th വരെ എല്ലാവരും എല്ലാം പഠിക്കണം. 10th കഴിയുമ്പോൾ പലതരത്തിലുള്ള സ്ട്രീമുകൾ വരുന്നു. അപ്പോൾ ഇതിൽ ബയോളജി വരുന്ന സ്ട്രീമാണോ കൂടുതൽ സ്യൂട്ടബിൾ, മാത്സ് വരുന്നതാണോ കൂടുതൽ സ്യൂട്ടബിൾ, മാനേജ്മെൻറ്റ് ആണോ കൂടുതൽ സ്യൂട്ടബിൾ, കൊമേഴ്സ് ആണോ കൂടുതൽ സ്യൂട്ടബിൾ, ഇങ്ങനെ സ്ട്രീം സെലക്ഷന് വേണ്ടിയിട്ടാണ് പൊതുവെ ഇത് ഉപയോഗിക്കാറ്. തീർച്ചയായും സ്ട്രീം സെലക്ഷൻ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ MI അസസ്മെൻറ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. എന്നാൽ പലപ്പോഴും ഇത് അല്ലാത്ത മറ്റേതെങ്കിലും മേഖലയിൽ ഇതിന് പ്രയോജനമുണ്ടോ എന്ന കാര്യം നമുക്ക് ഒരു സ്വാഭാവികമായൊരു സംശയമാണ്. യഥാർത്ഥത്തിൽ ജീവിതകാലത്ത് മുഴുവൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, വളരെ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മതിയാവും. എന്നാൽ എല്ലാ ഏജിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ MI അസസ്മെൻറ്റ്. കാരണം നമ്മുടെ സ്ട്രെങ്ത്ത് കണ്ടെത്തുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ സ്ട്രെങ്ത്ത് കണ്ടെത്താൻ സാധിക്കും. കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ അത് സഹായിക്കും. അതുപോലെ കരിയർ കണ്ടെത്താൻ, ഏറ്റവും സ്യൂട്ടബിളായ കരിയർ ഏതാണെന്നുള്ളത് കണ്ടെത്താൻ അത് സഹായിക്കും. എന്നാൽ ഇതിന് സാധിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടാവും. കാരണം എല്ലാവരും ഈ ടെസ്റ്റ് ചെയ്യണമെന്നില്ല, എല്ലാവർക്കും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെന്നില്ല. പലരും ഇത് അത്ര അത്യാവശ്യമല്ലല്ലോ എന്നുള്ളവർക്ക് പലപ്പോഴും ഒഴിവാക്കിയേക്കും. അങ്ങനെയുള്ളവർ പലപ്പോഴും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു. കോഴ്സിന് മുമ്പായിട്ട് യാതൊരു ടെസ്റ്റും നടത്തുന്നില്ല, യാതൊരു ആപ്റ്റിറ്റ്യൂഡും നോക്കുന്നില്ല. BA എക്കണോമിക്സിന് ചേർന്നു. BA എക്കണോമിക്സിന് ചേർന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ മനസ്സിലായി തുടങ്ങും, ഇതെനിക്ക് പറ്റിയ സബ്ജക്റ്റ് അല്ല. അതുപോലെ വേറെ ചില കുട്ടികൾ മാത്സിന് ചേർന്നിരിക്കും. ചില കുട്ടികൾ BCAക്ക് ചേരും, ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ പൊതുവെ മാത്സിന് താല്പര്യമില്ലാത്ത കുട്ടികൾ BCAക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാനും BCAയും തമ്മിൽ ഒത്തുപോവുകയില്ല. ഇങ്ങനെ വിവിധ സബ്ജക്റ്റുകൾ ആപ്റ്റിറ്റ്യൂഡ് നോക്കാതെ എടുത്തതിന് ശേഷം പ്രശ്നമാവുന്ന ധാരാളം കുട്ടികളുണ്ട്. ചിലർ ക്വിറ്റ് ചെയ്യുന്നു, കോഴ്സ് തന്നെ വേണ്ടാന്ന് നോക്കുന്നു. ചിലർക്ക് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ വഴി മറ്റു പല ഡിപ്രഷനിലേക്ക് വരെയും പോയേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ കോഴ്സ്, യാതൊരു ആപ്റ്റിറ്റ്യൂഡും നോക്കാതെ എടുത്ത കോഴ്സുകൾ തെറ്റിപ്പോയി, എനിക്ക് സ്യൂട്ടബിൾ അല്ല, എനിക്കിതുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല, ഇത് വളരെ വിഷമമാണല്ലോ, എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പീരീഡിൽ, ആ പോയിന്റിൽ MI അസസ്മെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ MI അസസ്മെൻറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉള്ള ഏരിയകൾ എന്ന് കണ്ടെത്താൻ സാധിക്കും. ഒരു പക്ഷേ ഒരു കൊല്ലം നഷ്ടപ്പെട്ടേക്കാം. എങ്കിൽ പോലും ഈ ബേർഡൻ, അതായത് താല്പര്യമില്ലാത്ത, ഒത്തുപോകാൻ പറ്റാത്ത, സ്യൂട്ടബിൾ അല്ലാത്ത ആ കോഴ്സ് ഏതാനും വർഷങ്ങൾ ചെയ്യുകയും ആ കോഴ്സുമായി ബന്ധപ്പെട്ട കരിയറിലേക്ക് പോവുകയും ചെയ്താൽ ഒരു പക്ഷേ എൻ്റയർ ലൈഫിൽ നിങ്ങൾക്കതൊരു ബേർഡനായി തീരും. നിങ്ങൾക്കൊരിക്കലും എൻജോയ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് എക്സലൻസിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏത് പോയിന്റിലാണോ നിങ്ങൾ നേരത്തെ സ്കൂൾ പ്രായത്തിൽ ആപ്റ്റിറ്റ്യൂഡ് നോക്കാതെയാണ് കോഴ്സുകൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ +1 സെലക്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും അൺഈസിനെസ്, ഡിസ്കംഫർട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് MI അസസ്മെൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഡിഗ്രി സെലക്ട് ചെയ്തു. അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഞാൻ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് അത്ര സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആ പോയിന്റിൽ, ആ ടൈമിൽ അസസ്മെൻറ്റ് ചെയ്ത് ഏറ്റവും സ്യൂട്ടബിളായതിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇനി ഡിഗ്രിയും കഴിഞ്ഞു, PGക്കാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ തോന്നുന്നു, ഈ സബ്ജക്റ്റ് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയി തോന്നുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നുകിൽ PG വേറൊരു സ്ട്രെങ്ത് ഉള്ള മേഖലയിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ PG എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് PhD ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു മേഖലയിലേക്ക് പോകാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി ഒരു കോളേജിൽ ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്നോട് ചോദിച്ചു, സാർ, ഞാൻ MSc ഫിസിക്സിനാണ് പഠിക്കുന്നത്, പക്ഷേ എനിക്ക് ഫിസിക്സിൽ വലിയ താല്പര്യമില്ല, എനിക്ക് താല്പര്യം ബോട്ടണിയാണ്. നമുക്കറിയാം, ഫിസിക്സും ബോട്ടണിയും തമ്മിൽ ഡയറക്റ്റ് യാതൊരു ബന്ധമില്ല, എൻ്റയർലി ഡിഫറൻ്റ് ആയ രണ്ട് മേഖലകളാണ്. അപ്പോൾ ആ കുട്ടിക്ക് ബോട്ടണിയാണ് ഇഷ്ടം, ആ കുട്ടിക്ക് സ്ട്രെങ്ത് ഉള്ളത് ബോട്ടണിയിലാണെങ്കിൽ, പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡീസിലാണെങ്കിൽ ആ കുട്ടി അസസ്മെൻറ്റ് നടത്തുകയും അത് കൺഫേം ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് പ്ലാന്റ് ഫിസിക്സ് എന്ന് പറയുന്ന മേഖലയിൽ PhD ചെയ്യാൻ സാധിക്കും. പ്ലാന്റ് ഫിസിക്സിൽ ചെറിയൊരു ശതമാനം ഫിസിക്സും കൂടുതൽ പ്ലാന്റ് സ്റ്റഡീസുമാണ് വരുന്നത്. അത് ആ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടബിളായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഉള്ള മേഖല ഏതാണെന്ന് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും കണ്ടെത്താവുന്നതാണ്. ഇനി ഒരാൾ ജോലിയിൽ കയറിയതിന് ശേഷം അദ്ദേഹത്തിന് തോന്നുന്നു, ഞാൻ ചെയ്ത കോഴ്സ് എനിക്ക് അത്ര സ്യൂട്ടബിൾ ആയിട്ടില്ല, എനിക്ക് കിട്ടിയ ജോലിയും അത്ര സ്യൂട്ടബിൾ അല്ല, ഒരു താല്പര്യമില്ല, ശമ്പളമൊക്കെ ചിലപ്പോൾ കൂടുതലുണ്ടാവും, എങ്കിലും ചിലർക്ക് ഒരു അത്ര കംഫർട്ട് തോന്നുന്നില്ല, എക്സലൻ്റായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല.
ഈ സന്ദർഭത്തിലും MI അസസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതേ കമ്പനിയിൽ അദ്ദേഹത്തിന് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു മേഖലയിലേക്ക് ഈ ജോബിനെ കൊണ്ടുപോകാവുന്നതാണ്, ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ ഒരു ഹയർ ലെവൽ പോസ്റ്റായിരിക്കും അത്. ആ പോസ്റ്റിലേക്ക് പോയാൽ എക്സലൻ്റായി പെർഫോം ചെയ്യാൻ സാധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന മേഖലകളിലേക്ക് പോകാൻ സാധിച്ചേക്കും. ഇനി റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സ്ട്രെങ്ത് എന്താണെന്നുള്ളതിനെപ്പറ്റി ഒരാൾ ആലോചിക്കുന്നതെന്ന് വിചാരിക്കുക. 55 വയസ്സോ 60 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയോ ജോലി ചെയ്തു, നല്ല ജോലിയൊക്കെ ആയിരുന്നു, എന്നാലും അത്ര സ്ട്രെങ്ത് ഉള്ള മേഖലയല്ല എന്നൊരു തോന്നൽ. തീർച്ചയായും റിട്ടയർ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് MI അസസ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടെത്താം. നിങ്ങളുടെ ഇത്രയും കാലത്തെ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള മേഖലയിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള കാലഘട്ടം ജോബായോ അല്ലെങ്കിൽ അമച്വർ ലെവലിലോ അല്ലെങ്കിൽ പ്രൊഫഷണലായോ ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് വരെയുള്ള കാലം അത്ര കംഫർട്ടില്ലായിരുന്നെങ്കിലും റിട്ടയർമെൻറ്റിന് ശേഷം വളരെ കംഫർട്ടബിളായ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എക്സലൻ്റായ പെർഫോമൻസ് നടത്താൻ സാധിക്കുന്ന വിധത്തിലേക്ക് നിങ്ങൾക്ക് കരിയറിനെ കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് റിട്ടയർമെൻറ്റ് പീരീഡിനെ കൊണ്ടുപോകാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടം മുതൽ ഈവൻ റിട്ടയർമെൻറ്റിന് ശേഷമുള്ളവർക്ക് പോലും സ്വന്തം സ്ട്രെങ്ത് കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും സയൻറ്റിഫിക്കായ അഡ്വാൻസ്ഡ് ആയ ഒരു ടൂളാണ്, ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താനുള്ള അഡ്വാൻസ്ഡ് ആയ ഒരു ടൂളാണ് MI അസസ്മെൻറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും, അത് ജോലിയിലായിരിക്കുമ്പോൾ, കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ, നിങ്ങളുടെ ഫാമിലിയിലോ റിലേറ്റീവ്സിലോ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റു വൃത്തങ്ങളിലോ ഒക്കെ പലരും വളരെയധികം ബുദ്ധിമുട്ടുന്നതായി കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിലും, ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടെങ്കിലും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിലും ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന കാര്യം ഒരുപക്ഷെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരണമെന്നില്ല. അവരുടെ ശ്രദ്ധയിലേക്കായി നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ നിർദ്ദേശിക്കുന്ന ഞങ്ങളുടെ തുടർ വീഡിയോകൾ നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ മേഖലയിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമായ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് സൂചിപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അത്തരം ഫീഡ്ബാക്കുകൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങളുടെ പല വീഡിയോകളും ഇനി പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൺസൾട്ടേഷൻ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്ന വിധത്തിൽ ഏറ്റവും അപ് ടു ഡേറ്റ് ആയ ഏറ്റവും പുതിയ റിസർച്ചുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്